ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ടൈച്ചാണ്. ലൈനർ കമ്പനി ലൈനർ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ടയറും അത്യാവശ്യം നല്ല ടയറാണ്, കട്ടയുള്ള ടൈപ്പാണ്. മോഡല് ശരിക്കും പറഞ്ഞാൽ ഈ പാറ്റേൺ അല്ല, കുറച്ചുകൂടി നല്ലത് നമുക്ക് സാപ്പർ മോഡലാണ്. ഈ ഹബിനകത്തുള്ളൊരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ലൈനർ വർക്ക് ചെയ്ത് ലൈനർ ഉരഞ്ഞിട്ട് ഈ ഹബിൽ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ സ്റ്റെപ്പ് ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കും. അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുപോലെ നമ്മൾ പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്താലും ബ്രേക്ക് അഡ്ജസ്റ്റിങ് പെട്ടെന്ന് തീരും. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച്, ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രമ്മ്, ഈ ഔട്ടർ മാത്രമായിട്ടൊക്കെ മാറ്റാൻ കിട്ടും. അത് ലെയ്ത്തിൽ കൊടുത്താൽ കട്ട് ചെയ്ത് മാറ്റി പുതിയത് വയ്ക്കാൻ പറ്റും. പക്ഷേ താമസം വന്ന പണിയാണ്. തൽക്കാലം ഇപ്പോൾ ചെയ്യണ്ട. ഹബ്ബിൽ തേയ്മാനം ഉണ്ട്, അത് അറിഞ്ഞു വയ്ക്കുക. കൂടുതലായിട്ട് പ്രോബ്ലം വന്ന സമയത്ത് നമുക്കത് അഴിച്ചിട്ട് ഒന്ന് സ്ലീവ് ചെയ്ത് സെപ്പറേറ്റ് ഹബ്ബിൻ്റെ ഈ ഔട്ടർ മാത്രമായിട്ട് നമുക്ക് മേടിച്ച് കയറ്റാനായിട്ട് പറ്റും. ലെയ്ത്ത് വർക്ക് വന്ന പണിയാണ്. അത് കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പം നിലവിൽ തേയ്മാനം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാം. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ലൈനർ വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ക്യാം നമ്മൾ ഇത്രയും തിരിച്ചിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമുക്ക് അത്ര ഗുണകരമല്ല, അതുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നല്ല ലൂസാണ്. അത്ര ലൂസാക്കിയിട്ട് ഒരു അനുസരിച്ച് ചെയിൻ ഓടിക്കാതിരിക്കാം. കാരണം അത്ര ലൂസ് വരുമ്പോഴത്തേക്കും ഒന്നാമത് ചെയിൻ ഡ്രൈ ആയി പോകും, പിന്നെ ചെയിൻ കയറ്റിറക്കം വരും. കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയിൻ അടിച്ചെങ്കിലും മാസത്തിൽ ഒരിക്കലും കയറ്റിയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലൂബ്രിക്കേഷനൊക്കെ കൊടുക്കും. അപ്പോൾ ചെയിന് പരമാവധി ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടാണ്. ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. ശരിക്കും എഞ്ചിൻ ഓയിൽ 3000 കിലോമീറ്ററാണ് ഓടിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം മാറ്റിയാൽ അടുത്ത 3000 കിലോമീറ്റർ കഴിയുമ്പോൾ അത് എന്തെങ്കിലും മാറ്റണം. അപ്പോൾ ഇത് ഓൾറെഡി ഇച്ചിരി ലെവൽ കുറവുള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത 3000 ആവാൻ നോക്കിക്കരുത്. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററൊക്കെ അയക്കുമ്പോൾ ഓയിൽ ലെവൽ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇനി കുറഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ള ദിവസം നോക്കണം. പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം കുറയുന്നുണ്ടെന്ന് വിലയിരുത്തി കൂടുതലായിട്ട് ഒരു 200 മില്ലിയിൽ കൂടുതലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 100-150, മാക്സിമം 200 മില്ലി, അതിൻ്റെ അത്രയൊക്കെ കുറയുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ എഞ്ചിൻ ഹീറ്റിങ്, ഓയിൽ ലെവൽ, പിസ്റ്റൺ, സിലിണ്ടർ ഇതൊക്കെ ഡാമേജിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറാൻ ഒരു 5 മിനിറ്റ് അടുത്ത് കേസുള്ള ഓയിൽ ലെവലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ലെവൽ കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സെൽഫ് വർക്കിംഗ് അല്ല, നമ്മൾ മോട്ടർ അഴിച്ച് നോക്കുമ്പോൾ മോട്ടർ ഫുൾ കംപ്ലൈൻ്റ് ആണ്, മൊത്തത്തിൽ കരിഞ്ഞ ഒരവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത് കേട്ടോ. മോട്ടർ മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. ഇത് പരമാവധിയും ഇത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് റിപ്പയറൊക്കെ ചെയ്തേനാണ്. മൊത്തം കരിഞ്ഞ് പിടിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഒരു കംപ്ലയിൻറ്റ്, നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടറിൽ ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു അടി വരുന്നുണ്ട്. കോൺസെപ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഞാനതൊന്ന് അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കി, അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ നമ്മൾ ടൈറ്റ് ചെയ്ത സമയത്ത് ഹാൻഡിൽ നല്ല ടൈറ്റ് കാണിക്കണം, ആ സ്റ്റെമ്മ് നല്ല ടൈറ്റ് വരാണ്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി വെട്ടൽ കാണിക്കും, പാളിപ്പോവും നമ്മുടെ കയ്യിൽ. അപ്പോൾ ഒന്നുപോലെ നമ്മളത് അതേ രീതിയിലേക്ക് തന്നെ ആക്കിയിടണം, അതായത് അടിക്കുന്ന അവസ്ഥയിൽ തന്നെ ഓടണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഴിച്ച് ബെയറിങ് മാറ്റേണ്ടതായിട്ട് വരും. നമുക്കതിന് പാർട്സിൻ്റെയും സർവീസ് ചാർജ് അടക്കം വരുമ്പോൾ 850 രൂപയോളം നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇവിടെ വരുന്ന ബെയറിങ് സെറ്റാണ്, അത് ഫുള്ളായിട്ട് ഫ്രണ്ട് അഴിച്ചിട്ട് വേണം നമുക്കത് മാറ്റാനായിട്ട്. 850 രൂപ നമുക്കതിന് കോസ്റ്റ് വരുന്ന. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ. സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ പ്ലഗിനകത്ത് നമുക്ക് ചെറിയൊരു ഓയിൽ കണ്ടൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഓയിൽ ലെവലിൻ്റെ കേസ് ചെക്ക് ചെയ്യുന്ന കേസ് കറക്റ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ കേസ്. ഇപ്പം നമുക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഈ ഷറൗഡിൻ്റെ ഭാഗത്ത് ഇവിടെ പൊട്ടിയേക്കണമായിട്ട് കാണുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളതിൻ്റെ ഉള്ളിൽ വലിയ ഡിസ്റ്റർബൻസ് കാണിക്കാത്ത രീതിയിൽ ടൈ ഇട്ട് പിടിപ്പിക്കാം. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയും കൂടി നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ മാറ്റേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ സ്റ്റിക്കിൻ്റെ ഇവിടുത്തെ ഓറിങ്ങും അടിയിലെ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ ചേഞ്ച് ചെയ്തിടണം. പിന്നെ രണ്ടാമത് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ഉണ്ട്. ആ മോട്ടർ മാറ്റിയാലാണ് സെൽഫ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് സെറ്റ്, അതായത് കോൺ സെറ്റ്, ഇത്ര ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ട ഒരു പാർട്സ് ഉണ്ട്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. എത്ര ചിലവ് വരുമെന്നൊരു ധാരണ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.